ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ ആശാവർക്കർമാരുടെ ഒരു സമരം കണ്ടു. ഭിക്ഷയാചിച്ചാണ് അവർ പ്രതിഷേധിച്ചത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ആശാവർക്കർമാരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് നടക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു ഭിക്ഷയെടുത്തുകൊണ്ടുള്ള ഈ സമരം. അൻപതോളം വരുന്ന ആശാ വർക്കർമാരാണ് പാത്രങ്ങളുമായി ഭിക്ഷയാചിക്കാനായി പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയത്. പാത്രങ്ങൾ നീട്ടിയതോടെ മടി കൂടാതെ വ്യാപാരികളും യാത്രക്കാരും 10, 20, 50 രൂപയുടെ നോട്ടുകൾ ഇട്ടു നൽകി. ആശാ വർക്കർമാരുടെ സേവനവും പ്രയാസങ്ങളും അടുത്തറിയുന്ന നാട്ടുകാർ സമരത്തിന് വലിയ പിന്തുണയാണ് നൽകിയത്. ഒരു പിന്തുണയില്ല സർക്കാരിൽ നിന്ന്. സമരം തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക കിട്ടിയിട്ടുള്ളൂ. ഇനിയും 2 മാസം കിട്ടാൻ കിടക്കുവാണ്. ഒരു സർക്കാർ ജീവന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് 21,000. അത് മതി ഞങ്ങൾക്ക്. പിന്നെ 62-ാം വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് ഇവർ പറയുന്നുണ്ട്. പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെ ഇറക്കി വിടാതെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഒരു പെൻഷൻ ഞങ്ങൾക്ക് വേണം. ഇനി മുന്നോട്ട് സമരം തന്നെ. ഇവരെ കണ്ണ് തുറപ്പിച്ചേ ഇനി പറ്റൂ. സൂചനാ സമരം മാത്രമാണെന്നും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് ആശാ വർക്കർമാർ. റിപ്പോർട്ടർ, കോഴിക്കോട്.